വയനാട് നല്ല ഉറക്കത്തിലായിരുന്ന ഒരു രാത്രി. ജൂലൈ 30 പുലർച്ചെ 12:45 വെള്ളാർമല പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. പാറക്കൂട്ടങ്ങളും മരങ്ങളും ചെന്നിടിച്ച് വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഒലിച്ചു പോകുന്നു. ചൂരൽമല മുണ്ടക്കൈ റോഡ് പൂർണ്ണമായി തകരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം ഈ അടുത്ത കാലത്തൊന്നും ആ നാടിനെ വിട്ടൊഴിയില്ല. ആ നാടിനെ മാത്രമല്ല, ഒരു മലയാളിക്കും ഇനി മുണ്ടക്കയെയും ചുരൽമലയെയും അട്ടമലയെയും വെള്ളാർമലയെയും ഒന്നും മറക്കാൻ കഴിയില്ല. അത് തന്നെയാണല്ലോ വേണ്ടത്. ചേർത്ത് പിടിക്കാൻ നമുക്ക് ആ നാടിനെ, കൈകോർക്കാം ആ നാട്ടുകാർക്കായി നമുക്കാവും വിധം. നാട് തലകുനിച്ചത് പ്രകൃതിയുടെ അവിചാരിതമായ പരീക്ഷണങ്ങളിലാണ്. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയിൽ ഒന്നല്ല പല തവണ വിറങ്ങലിച്ചിട്ടുണ്ട് വയനാടിന്റെ മണ്ണ്. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെങ്ങിരുന്നാലും അറിയണുണ്ടേ, മിണ്ടാമൺ തരിവാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. രണ്ടാഴ്ചയായി വെള്ളരിമലയിൽ മഴ തിമിർത്തു പെയ്യുകയാണ്. സീതമ്മക്കുണ്ടും കടന്നു മലവെള്ളം ചൂരൽമല പുഴയിലൂടെ കുതിച്ചൊഴുകുന്നു. മുമ്പെങ്ങും കാണാത്ത വിധം. പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ചൂരൽമലയും അട്ടമലയും അന്നുറങ്ങാൻ കിടന്നത് ഇതെന്തൊരു മഴപ്പെയ്ത്തെന്നുള്ളിൽ പറഞ്ഞാണ്. മലയുടെ വലിയൊരു ഭാഗമടർന്ന് താഴേക്ക് പതിച്ചു. കുത്തിയൊഴുകിയ വെള്ളവും പാറക്കൂട്ടങ്ങളും 15 മിനിറ്റിനുള്ളിൽ മുണ്ടക്കൈയിലെത്തി. വീടുകൾ നിലം പൊത്തി.